ഹലോ കൂട്ടുകാരെ, ഇന്ന് നമുക്കൊരു കൊഴുക്കട്ട ഉണ്ടാക്കിയാലോ? കൊഴുക്കട്ടയും കോഴിയിറച്ചിക്കറിയും അടിപൊളി കോമ്പിനേഷനാണ്. എങ്കിൽ വരൂ, ഒരുമിച്ചുണ്ടാക്കി നോക്കാം. ഒരു പാത്രത്തിലേക്ക് ഞാൻ 3 ഗ്ലാസ് അരിപ്പൊടി എടുത്തിട്ടുണ്ട്. ഞാൻ പാക്കറ്റ് അരിപ്പൊടിയാണ് എടുത്തത്. അരിപ്പൊടി പാത്രത്തിലിട്ട് നന്നായി അടുപ്പത്ത് വെച്ചൊന്ന് ചൂടാക്കിയെടുക്കാവുന്നതാണ്. അരിപ്പൊടി ചൂടാവുമ്പോൾ മണം വരണം, അതാണ് പാകം. മറ്റൊരു പാത്രത്തിലേക്ക് വെള്ളവും ഉപ്പും ചേർത്ത് തിളപ്പിക്കാൻ വയ്ക്കാം. അരിപ്പൊടി ഇറക്കി വെച്ച് ജീരകം, മുളക് നടുവേ കീറി ചെറുതായി അരിഞ്ഞത്, ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തത്, കരിവേപ്പില ചെറുതായി ഞുറുക്കിയത്, ആവശ്യത്തിന് നെയ്യ് എന്നിവ ചേർത്ത് നന്നായി കുഴയ്ക്കാം. നെയ്യ് ചേർക്കുമ്പോൾ ഈ മാവ് ഒന്ന് സ്മൂത്ത് ആവുകയും ഒരു പ്രത്യേക മണം വരികയും ചെയ്യുന്നതാണ്. ശേഷം അടുപ്പത്ത് വെച്ച് ചൂടാക്കിയ വെള്ളം കുറേശ്ശെയായിട്ട് ഈ മാവിലേക്ക് ഒഴിച്ച് സ്പൂൺ കൊണ്ട് ഇളക്കി കൊടുക്കാം. ആരും കൈയിട്ട് കളയല്, കൈ പൊള്ളിപ്പോവും. കുറേശ്ശെയായിട്ട് വെള്ളം ചേർത്ത് കൊടുക്കുക, ഇല്ലെങ്കിൽ തന്നെ മാവ് ലൂസായി പോവും. ഇങ്ങനെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക. അപ്പം മാവ് വെന്ത് വരുന്നതായിരിക്കും. കുറച്ചുകൂടെ വെള്ളം ചേർത്ത് നന്നായി ഇളക്കി കുഴച്ചെടുക്കാവുന്നതാണ്. നമ്മൾ കുറച്ചുകൂടെ നെയ്യ് അതിൽ ചേർത്ത് കൊടുക്കും. നല്ല രസമായിരിക്കും. അത് അടുപ്പത്ത് വെച്ച് വെന്ത് വരുമ്പോൾ നല്ല രുചിയായിരിക്കും. ഒരു പ്രത്യേക ടേസ്റ്റാണ് നെയ്യ്ക്ക് വേണ്ടിയിട്ട്. ശേഷം ഇളം ചൂടോടുകൂടി തന്നെ കൈ കൊണ്ടൊന്ന് ഇളക്കി കുഴച്ച് കൊടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ കുഴയ്ക്കുമ്പോൾ നല്ല ചൂടുണ്ട് കേട്ടോ, അതാ എനിക്ക് പെട്ടെന്ന് കുഴയ്ക്കാനൊക്കാത്ത. വളരെ ബിസി ആയൊരു ദിവസമായിരുന്നു അന്ന്, അതുകൊണ്ടാണ് ഞാൻ പെട്ടെന്ന് കുഴച്ചത്. നിങ്ങൾ ഇച്ചിരി ചൂട് തണുത്തിട്ട് ഇളം ചൂടോടുകൂടി കുഴച്ചാൽ മതി. കുഴച്ച് എല്ലായിടവും വെള്ളം പറ്റുന്ന പോലെ നല്ല പാകത്തിന് ഇളക്കി കുഴച്ച് വയ്ക്കാം. ഈ സമയത്ത് തേങ്ങ ചേർക്കണമായിരുന്നു. ഞാൻ തേങ്ങ ചേർക്കാൻ മറന്നു പോയതാണ് കേട്ടോ. നിങ്ങൾ തേങ്ങ ചേർത്തിട്ട് കുഴച്ചാൽ മതി. ഞാൻ ഇപ്പോഴാണ് തേങ്ങ ചേർക്കുന്നത്. തേങ്ങയും ചേർത്ത് നന്നായി ഇളക്കി കുഴയ്ക്കാവുന്നതാണ്. ഇളക്കി എല്ലാ ഭാഗത്തും തേങ്ങ എത്തുന്ന പോലെ നന്നായി ഇളക്കി തട്ടിപ്പൊത്തി നമുക്ക് ഒരു 10-15 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാവുന്നതാണ്. ഒരു ഇഡ്ഡലി പാത്രം എടുത്ത് അടുപ്പത്ത് വെച്ച് ഇഡ്ഡലിത്തട്ടിലേക്ക് വാഴയില ചെറുതായി ഞെരക്കി നിരത്തിയതിന് ശേഷം കൈ കൊണ്ട് ഈ ഉണ്ട ഇങ്ങനെ ഉരുട്ടി ആ ഇലയിലേക്ക് വയ്ക്കാവുന്നതാണ്. ശേഷം ഇഡ്ഡലി പാത്രത്തിൽ വെച്ച് ഒരു 10-15 മിനിറ്റ് പുഴുങ്ങിയെടുക്കാവുന്നതാണ്. ഇറച്ചിക്കറിയോടൊപ്പം നല്ല അടിപൊളി കൊഴുക്കട്ട റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഇങ്ങനെയാണോ ഉണ്ടാക്കുന്നതെന്ന് എനിക്കറിയില്ല, പക്ഷെ ഞാൻ എപ്പോഴും ഇങ്ങനെ ഉണ്ടാക്കുന്നത്. നിങ്ങളും ഉണ്ടാക്കി നോക്കി കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ.